ഞങ്ങൾക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഈ തമിഴ്നാട് റോഡുകളെ പറ്റിയുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട്ടിലെ റോഡുകളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് കയറ്റവും ഇറക്കമൊന്നും ഈ റോഡുകൾ കാണാൻ സാധിക്കില്ല. ഇവിടുത്തെ എല്ലാ റോഡുകളും നിരപ്പായിട്ടുള്ള റോഡാണ്. കാരണം ഇവിടെ നിരപ്പായ സ്ഥലങ്ങളാണ് കൂടുതലും ഉള്ളത്. അതുപോലെ തന്നെ ടേണിങ്ങുകളോ പെട്ടെന്നുള്ള വളവുകളോ ഒന്നും ഇവിടെ അധികമായിട്ടില്ല, ഉണ്ടെങ്കിലും വളരെ കുറവാണ് ഗൈസ്. ഈ കാണുന്നതൊക്കെ നാട്ടിൻപുറത്തെ റോഡുകളാണ്. വെൽ മെയിൻറ്റെയിൻ ആയിട്ടുള്ള നല്ല റോഡുകൾ തന്നെയാണ് ഇവിടുത്തെ റോഡുകളൊക്കെ. എന്തെങ്കിലുമൊക്കെ കട്ടറോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു പാച്ച് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ വഴിയിൽ മൊത്തം, അതായത് റോഡിൽ മിക്കവാറുള്ള ഇടത്തിലെല്ലാം തെരുവ് പശുക്കളായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ അവർ റോഡിലൊക്കെ ആയിരിക്കും കിടക്കുന്നതും. രാത്രി കാലങ്ങളിലൊക്കെ മിക്കവാറും ആക്സിഡൻറ്റ് സംഭവിക്കാൻ ഈ പശുക്കളാണ് കാരണം. രാത്രിയിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ റോഡിൻ്റെ സൈഡിലൊന്നും ലൈറ്റ് കാണില്ല. അപ്പം നമ്മുടെ വണ്ടിയൊക്കെ ബ്രേക്ക് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇനി നമ്മൾ ടൗണിലോട്ട് വന്നുള്ള അവസ്ഥ ഇതായിരിക്കും ഗൈസ്. എപ്പോഴും നല്ല തിരക്കായിരിക്കും, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ. നമ്മുടെ നാട്ടിലെ പോലെ അത്ര വലിയ ട്രാഫിക് റൂൾസ് ഒന്നും ഭയങ്കര സ്ട്രിക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഭയങ്കര കെയർലെസ് ആയിട്ട് തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. എപ്പോഴാണ് ഏത് വണ്ടിയാണ് എടുത്ത് കുറുക്ക് വെക്കുന്നത് നമുക്ക് പറയാൻ പോലും പറ്റില്ല. നമ്മുടെ നാട്ടിലുള്ള പോലെ AI ക്യാമറയും പരിപാടിയൊന്നും ഇവിടെ ഇല്ല. അതുപോലെ തന്നെ പോലീസ് കൈ കാണിച്ചാൽ മാത്രമേ പെറ്റി വീഴത്തുള്ളൂ. ഇതുപോലെ ചെറിയ ടൗണിൽ നിന്ന് മാറി ചെന്നൈയിലോട്ട് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആംബുലൻസ് വരുമ്പോൾ പോലും ആരും സൈഡ് പോലും കൊടുക്കുന്നില്ല. അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ നല്ല തിരക്കേറിയ റോഡുകളാണ് ചെന്നൈ ഉള്ളത്. നല്ല രീതിയിലുള്ള ട്രാഫിക്കുകളും ചെന്നൈയിലുണ്ട് ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലത്തെ ഫുട്പാത്തുകളൊക്കെ പലരും യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഇതാണ് ചെന്നൈ നാഷണൽ ഹൈവേ. ഹൈവേയുടെ പണി ഇപ്പോൾ നടക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ രണ്ട് സൈഡിലും ഇഷ്ടംപോലെ കമ്പനികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ റോഡ് വികസനത്തിൻ്റെ കാര്യത്തിൽ ഇവർ ഒരുപാട് മുമ്പിൽ തന്നെയാണ്. പക്ഷേ വികസനം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, അത് ഫോളോ ചെയ്യാനും കൂടെ പ്രോപ്പറായിട്ട് പറ്റണം ഗൈസ്. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് മാത്രം എല്ലാവരും കാണുക. അപ്പോൾ ഇതുപോലുള്ള തമിഴ്നാടൻ വിശേഷങ്ങൾക്ക് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കുടിക്കുക.